4 പെൺകുട്ടികളാണ്. 8ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന 4 പെൺകുട്ടികളാണ്. ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളാണ് വലിയ അപകടത്തിൽ മരിച്ചത്. അവിടെ ഇപ്പോഴും വലിയ ആൾക്കൂട്ടമുണ്ട്. ആ പനയമ്പാടത്ത് ഈ റോഡിൻ്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത കൊണ്ട് നേരത്തെയും വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. പലപ്പോഴും പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെ അതിന് വേണ്ട പരിഹാരം ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിന് കാരണം ആകേണ്ടി വന്നത് എന്ന്. പ്രസാദ്, കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ഒക്കെ അറിഞ്ഞോ? കുഞ്ഞുങ്ങളുടെ ശരീരങ്ങൾ, ഭൗതിക ശരീരങ്ങൾ പിന്നെ ആശുപത്രിയിലാണോ ഉള്ളത്, അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയോ? എന്താണ് അതിൻ്റെ വിവരങ്ങൾ? സനീഷ്, മരിച്ച കുട്ടികളുടെ വീട്ടിൽ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. ഇവിടെ നിന്നും തച്ചമ്പാറ ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. മിക്കവാറും നാളെയാകും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പരമാവധി ഇന്ന് തന്നെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കും. ഇപ്പോൾ മരിച്ചത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന, മിത, ദിത, ആയിഷ, ഇങ്ങനെ 8ാം ക്ലാസ് പഠിക്കുന്ന 4 പെൺകുട്ടികളാണ് ദാരുണമായ ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. എന്തായാലും 4 കുട്ടികളും ഈ ലോറിക്കടിയിൽ തന്നെ പെട്ട ആളുകളാണ്. അപകടമുണ്ടായ ഉടൻ തന്നെ നാട്ടുകാർ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും വലിയ ലോറി ആയതുകൊണ്ട് ആ സിമൻറ്റ് ലോഡുകൾ നിറഞ്ഞ ലോറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വാഹനം മാറ്റുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. പിന്നീട് ക്രെയിൻ കൊണ്ടുവന്ന് ഉയർത്തിയാണ് കുട്ടികളെ പുറത്തേക്ക് എടുത്തത്. കുട്ടികളുടെ അതീവ ഗുരുതരാവസ്ഥയിലെ കുട്ടികളെ ഉടൻ തന്നെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഇപ്പോഴും ആളുകൾ ഇവിടെ തടിച്ചു നിൽക്കുന്നുണ്ട്. ഏറെക്കുറെ 1 മണിക്കൂറോളം നേരം ഇവിടെ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വന്ന ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും എല്ലാം തന്നെ അവർ തങ്ങളുടെ നിലപാടുകൾ, തങ്ങളുടെ പ്രതിഷേധങ്ങൾ അവരെല്ലാം കൃത്യമായി അറിയിച്ചു. മുൻപും ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിവായിട്ടും ഈ പ്രശ്നങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. അങ്ങനെയാണ് ഇതിൽ ഏറ്റവും ഉദ്യോഗസ്ഥരോടും എല്ലാം ഇത്തരത്തിൽ ചർച്ചകളുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിച്ച് ഇരുന്നില്ല. നമ്മളോടൊപ്പം ഈ പ്രദേശത്ത് ഈ പോലീസുമായിട്ടെല്ലാം തന്നെ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ആളോട് ഇതിന് നമ്മളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത്, പിന്നെ നാളെ നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ത് വിഷയം? ഈ റോഡിന്റെ ഗ്രിപ്പ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ റോഡിന്റെ ദേശീയപാത നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇത് അശാസ്ത്രീയമാണെന്ന് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. പരാതിപ്പെടുക എന്ന് മാത്രമല്ല, ഓരോ സമയത്തും 40ഉം 50ഉം 100ഓളം വരുന്ന അപകടങ്ങൾ ഉണ്ടായിട്ട് 50-60 ആൾക്ക് ജീവഹാനി വന്നു. കുറേ ആളുകൾക്ക് ജീവച്ഛവമായിട്ട് ഇപ്പോഴും ബെഡിൽ കിടക്കുകയാണ്. ആ അവസ്ഥയിൽ നിരന്തരമായി സമരം ചെയ്തപ്പോൾ അവസാനം റോഡ് മില്ലർ കൊണ്ടുവന്നിട്ട് ഇതിന് മിനിസം മാറ്റി എന്നുള്ളത് മാത്രമാണ് അവസാനം ചെയ്ത ഒരു പോംവഴി. ഇപ്പോൾ വീണ്ടും അപകടത്തിന് കുറവുണ്ടായിരുന്നു. എന്തായിരുന്നു അപ്പോൾ അപകടം ഉണ്ടായില്ല. ആ സമയത്ത് അപകടം ഉണ്ടായില്ല. വീണ്ടും റോഡ് മിനിസം വന്നു, വീണ്ടും അപകടം തുടങ്ങി. അപ്പോൾ ഇത് അശാസ്ത്രീയമായ നിർമ്മാണം ആണ് എന്നുള്ളത് കൊണ്ട് ഈ റോഡ് ദേശീയപാത പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഡിമാൻഡ്. പിന്നെ ഡിവൈഡറും മറ്റു സംഭവമൊക്കെ പിന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ്. റോഡ് ശാശ്വതമായി നിൽക്കുക. ഇപ്പോൾ റോഡ് മില്ലർ കൊണ്ട് റോഡ് മില്ല് ചെയ്തിട്ട് ഇതിന്ന് താഴെടുത്തപ്പോൾ 3-4 ടിപ്പർ ആണ് ഈ 100-150 മീറ്ററിനുള്ളിൽ നിന്ന് മില്ലർ ഉപയോഗിച്ച് ടാറിങ് എടുത്തു കളഞ്ഞത്. വീണ്ടും ഇനി കൊണ്ടുവന്ന് റോഡ് മില്ലർ ഈ റോഡിൻ്റെ ബലം കമ്മിയാകുക എന്നല്ലാണ്ട് റോഡ് ഇവിടെ നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഈ അശാസ്ത്രീയമായ നിർമ്മാണം പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. നാളെ ഏതായാലും ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്.